ഹലോ ഗായ്സ്, അപ്പോൾ എനിക്ക് രണ്ട് കൈഡ് സംസാരിക്കണമെന്നുണ്ട്. പക്ഷേ ബാക്കിലൊക്കെ കാണുന്നുണ്ടല്ലോ കാർഡും സംഭവങ്ങളൊക്കെ കാരണം എനിക്ക് ഇത് നമ്മുടെ ഫോൺ അവിടെ ഒന്നും വെക്കാൻ പറ്റത്തില്ല. വെച്ച് കഴിഞ്ഞ് ഞാൻ അവിടെ ഇരുന്നാൽ വല്ല പാമ്പം വന്നത് കുണ്ടിക്ക് മാർക്കിട്ടിട്ട് പോകും. അപ്പം ഇന്ന് എന്താണ് സംഭവം, എന്താണ് കാര്യം ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവരും ചോദിച്ചു ഏത് രീതിയിലാണ് ഓട്സ് ഉണ്ടാക്കുന്നത്, ഏത് രീതിയിലാണ് ഓട്സ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ എല്ലാവരോടും പറഞ്ഞു നോർമൽ രീതിയിലാണ് ഓട്സ് ഉണ്ടാക്കുന്നത്, നോർമൽ രീതിയിലാണ് ഓട്സ് ഉണ്ടാക്കുന്നതെന്ന്. പക്ഷേ ആർക്കും തന്നെ വിശ്വാസമില്ലെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഉപ്പിട്ടാൽ നോർമലി എല്ലാവരും ഓട്സ് കഴിക്കുന്നത്, അതുകൊണ്ടായിരിക്കണം എല്ലാവരും ചോദിക്കുന്നത്. അപ്പം ഞാൻ ഓർത്തു ശരിയെന്നാ പിന്നെ ഞാൻ എങ്ങനെയാണ് ഓട്സ് ഉണ്ടാക്കി കഴിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. കൂടാതെ ഞാൻ ഡാസ്ലറിന് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അല്ല മെയിൽ അയച്ചിട്ടില്ലായിരുന്നോ, അത് പ്രത്യേകിച്ച് ഒരിടത്തും എത്തിയില്ല. ഞാൻ പിന്നെ ഇന്നലെ വീണ്ടും ഒന്നും കൂടെ മെസ്സേജ് ഇട്ട് മെയിലിട്ട് അവരെൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞ എന്തുമായിരുന്നു, 7 അല്ലെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ അവർക്ക് അങ്ങോട്ട് മെസ്സേജ് ഇടണമെന്നായിരുന്നു. 7-10 ദിവസം കഴിയുമ്പോൾ 13ാമത്തെ ദിവസം കഴിഞ്ഞ് ഇന്നലെയാണ് മെസ്സേജ് ഇടുന്നത്. എൻ്റെ മടിയുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും ഇട്ടല്ലോ. ഇനിയിപ്പോൾ അവർ സാധനം എനിക്ക് അയച്ചു തന്നാൽ കൊള്ളായിരുന്നു. ഈ മഴ കാരണം ഒരു നിവൃത്തിയില്ലെന്ന് പറഞ്ഞാൽ ഒരു നിവൃത്തിയില്ല. അപ്പോൾ എങ്ങനെ ഓട്സ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പം നിങ്ങളുടെ ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ട് ഇരിക്കുവായിരുന്നു. എന്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ജോലി കിട്ടി, ആ കാര്യമൊന്നും അല്ല പറയാൻ വന്നത്. എന്തോ സംഭവം എന്ന് വെച്ചാൽ, ഞാനാണെങ്കിൽ നിങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഞാൻ മെലിഞ്ഞു, ഞാൻ ക്ഷീണിച്ചു എന്നൊക്കെ. ക്ഷീണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അന്നേരം എനിക്ക് വലിയ വിശ്വാസം തോന്നില്ല. കാരണം വെയിറ്റിന് വലിയ മാറ്റമില്ല, നമ്മൾ തൂക്കം നോക്കത്തില്ല. അപ്പം വെയിറ്റിന് വലിയ വ്യത്യാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ ഇത് തോന്നില്ല. പക്ഷെ ഞാൻ ഇന്ന് അച്ചാമ്മയെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ചാമ്മ പറഞ്ഞു അങ്ങ് ക്ഷീണിച്ചല്ലോ, അപ്പോഴത്തേക്ക് ഒരു ചങ്ക് തകർന്നു പോയി ഗൈസ്. അതുകൊണ്ട് അച്ചാമ്മ പറഞ്ഞ് അവിടെ ചെന്ന് നിൽക്കാൻ പറഞ്ഞു, ഒരു 1-2 ദിവസത്തേക്ക് അവിടോട്ട് വന്ന് നിൽക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തും ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടല്ലേ ഉള്ളൂ ഞാൻ ഇങ്ങനെ വണ്ണം വെച്ചെന്ന്. എനിക്കിനി ഡയറക്റ്റായിട്ട് ഞാൻ എങ്ങനെ വണ്ണം വെച്ചെന്ന് നിങ്ങൾക്ക് കാണിച്ചത്, എങ്ങനെയാണ് എന്നെ അച്ചാമ്മ വണ്ണം വെപ്പിച്ചതെന്ന് മഴ വീണ് ഞാൻ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമുക്ക് ഓട്സ് കണ്ടിട്ട് വരാം. ഞാനല്ല ഗൈസ് ഓട്സ് ഉണ്ടാക്കാൻ വന്നത്, കാരണം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് അപ്പം പോലെ ആയിപ്പോവും. എന്താണ് അപ്പം പോലെ ആവുന്നത് എനിക്കറിയത്തില്ല. അതായത് നമ്മുടെ പായസമൊക്കെ ചെയ്യുമ്പോൾ കട്ടിക്കിരിക്കത്തില്ലേ, അതുപോലെ ആയിപ്പോൾ. അതുപോലെ കഴിഞ്ഞാൽ എനിക്ക് തിന്നാനും ഒട്ടും ഇഷ്ടമില്ല. പക്ഷെ അമ്മ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കട്ടിക്കാവത്തില്ല, എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് അമ്മയാണ് ഉണ്ടാക്കി തരുന്നത്. ഞാൻ എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നതെന്ന് ആലോചിച്ച്. ഓക്കെ, അപ്പം നമുക്ക് ഓട്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം. ഇതാണ്ട് കൈസ്, തൽക്കാലം ഇത്രയും ഓട്സ് മാത്രമേ ബാക്കിയുള്ളൂ. കാരണം ഓട്സ് വാങ്ങിച്ചില്ലായിരുന്നു, ഞാൻ പറഞ്ഞില്ലായിരുന്നു എനിക്ക് പനിയെന്നല്ല എനിക്ക് വയ്യായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ എനിക്ക് ആഹാരം കഴിക്കാനേ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ അച്ഛമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ ഓട്സ് ഇരിപ്പുണ്ട്, വേണമെങ്കിൽ ഓടി വാങ്ങും. അങ്ങനെ പോയ ബുക്കിനെ എടുത്തോണ്ട് വന്നേ. ഈ ടിന്നും വേറൊരു ടിന്നും നിറച്ചുണ്ടായിരുന്നു. ഞാൻ 3-4 ദിവസം കൊണ്ട് ആ ടിന്നും തീർത്തിട്ട് ഈ ടിന്നിന്റെ ഇനി ഇത്ര മാത്രമേ ഉള്ളൂ ബാക്കി. അപ്പം അപ്പോഴാണ് ഞാൻ അയ്യോ ഓട്സിന്റെ വീഡിയോ ഇട്ടില്ലല്ലോ എന്ന് ഓർത്തത്. നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഓട്സ് വെച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് കാണിച്ചു തരാം. ഞാനല്ല അമ്മ. ആദ്യം ഒരു പാത്രത്തിൽ ആവശ്യമുള്ള വെള്ളം വെച്ചിട്ട് അതിനകത്ത് ഓട്സ് ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ വേവിക്കണം നമ്മൾ പ്രത്യേകം പറയാൻ പറഞ്ഞായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് പഞ്ചസാര ഇട്ടെടുക്കും. നല്ലപോലെ പഞ്ചസാര ഇട്ടിട്ടാട്ടോ ഞാൻ കഴിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഇടാം. ഞാൻ പക്ഷെ നല്ലപോലെ പഞ്ചസാര ഇടും. എന്ന് പറഞ്ഞാൽ എനിക്ക് ഷുഗറൊന്നും ഇല്ല. അത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് പാലൊഴിക്കും. പാലൊഴിച്ചാലാണ് കുറേ കൂടെ ടേസ്റ്റ് വരുന്നത്. ഞാൻ പാലൊഴിച്ചിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ പാല് കൂടിപ്പോയാൽ അപ്പം പോലെ ആയിപ്പോവും. അതുകൊണ്ട് ഒരു അളവിനൊക്കെ ഒഴിച്ചിട്ട് അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ പഞ്ചസാര ഇട്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ആ വീഡിയോ എവിടെ പോയെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അത് തിളച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും എന്ത് ചെയ്യും, അത് വേറെ പ്ലേറ്റിലോട്ട് സെർവ് ചെയ്തിട്ട് ഇതുപോലെ ഊതി കുടിക്കണം. ഇല്ലെങ്കിൽ അണ്ണാക്ക് പൊള്ളി കഴിഞ്ഞിട്ട് പിന്നെ ഡയലോഗൊന്നും അടിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഓട്സ് കഴിക്കുക. ഓട്സ് ഞാനാണെങ്കിൽ രാവിലെയും വൈകുന്നേരവും രാത്രി വരെയാണ് അന്ന് കഴിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇനിയിപ്പം വെയിറ്റ് ഗെയിൻ വീഡിയോയുടെ ഒറിജിനൽ വെർഷൻ പുറകെ വരുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരെ ബൈ ബൈ.